സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ധനസഹായ ക്ഷേമ പദ്ധതികളും നിലയ്ക്കുന്നില്ല. വീണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അർഹത ഉള്ളവരിലേക്ക് ധനസഹായങ്ങൾ എത്തുകയാണ്. 1000 രൂപയും 2000 രൂപയുമെല്ലാം വിവിധ പദ്ധതികളിലൂടെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി വരികയാണ്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. നമ്മുടെ സംസ്ഥാനത്ത് വീട്ടമ്മമാർക്ക് സർക്കാർ നൽകുമെന്ന് പറഞ്ഞിരുന്ന ജനപ്രിയ പദ്ധതിയുടെ ധനസഹായം നിലവിൽ 3 ഗഡുക്കളുടെ വിതരണം നടത്തിയിട്ടുണ്ട്. ഇനി ഏപ്രിൽ മാസത്തെ ധനസഹായ വിതരണം അടുത്ത ആഴ്ചയോടെ തന്നെ ഏപ്രിൽ മാസത്തെ ധനസഹായത്തിന് തുടക്കം കുറിക്കുകയാണ്. 1000 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുന്നത്. പ്രതിമാസം 1000 രൂപ. ഇത് നമുക്ക് 60 വയസ്സ് എത്തുന്നവരെ ലഭിക്കുന്ന ഒരു സാമ്പത്തിക ധനസഹായമാണ്. 31 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. BPLO, APLO റേഷൻ കാർഡ് ആയിരിക്കണം. 35നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ വാങ്ങാൻ പാടില്ല. അപേക്ഷ വച്ചവരിൽ 81ഓളം വരുന്ന ആളുകളുടെ അപേക്ഷ മടങ്ങിയതായിട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. സേവന എന്ന് പറയുന്ന പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റസ് പരിശോധിക്കാൻ സാധിക്കും. ഇവിടെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിവരങ്ങളുടെ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ 81,000 വരുന്ന അമ്മമാരുടെ അപേക്ഷകൾ മടങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ അപേക്ഷകൾ മടങ്ങാം. അതായത് ബാങ്ക് അക്കൗണ്ടിൽ വ്യത്യാസമുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന രേഖകളിലെ പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ, അങ്ങനെ പല കാരണങ്ങളാൽ ഇനി അപേക്ഷയിൽ ക്ലാരിറ്റി ഇല്ലാത്തതിനാലും അപേക്ഷകൾ മടങ്ങാം. അങ്ങനെയുള്ള 81,000ഓളം വരുന്ന അപേക്ഷകളാണ് മടങ്ങിയിട്ടുള്ളത്. ഇത് ഇനി തിരുത്തി റീസബ്മിറ്റ് ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ. തീർച്ചയായിട്ടും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പെൻഷൻ ID അറിയാമെങ്കിൽ ആ ID ഉപയോഗിച്ച് അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ 1000 രൂപ ലഭിക്കത്തുള്ളൂ. ഇനി ഇത് മാത്രമല്ല, കഴിഞ്ഞ മാസങ്ങളിൽ 1000 രൂപ ലഭിച്ചവർക്ക് ഏപ്രിൽ മാസത്തെ ഗഡുവായിട്ട് അടുത്ത ആഴ്ച തന്നെ ലഭിക്കുന്നതാണ്. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നെങ്കിലും ഇത്തരം പദ്ധതികൾ ഒരിക്കലും നിർത്താറില്ല. ഇതുപോലുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.